സംസേർഗഞ്ച് എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലം. 91,000 ഏതാണ്ട് 1,00,000-നടുത്ത് വോട്ടാണ് അവിടെ വെട്ടിപ്പോയത്. ഒറ്റ അസംബ്ലി സീറ്റിൽ വളരെ വലിയ പ്രശ്നങ്ങളും പരാതികളും ഉണ്ടായി. ഒന്നും സംഭവിച്ചില്ല. സത്യത്തിൽ പശ്ചിമ ബംഗാളിലെ SIR സംഭവങ്ങൾ അവിടെ നടന്ന അക്രമങ്ങളുടെയും മറ്റും പേരിൽ മുങ്ങിപ്പോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ അതിൻ്റെ ഗൗരവം വളരെ കാര്യമായി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഏതാണ്ട് 50 ലക്ഷത്തിനൊക്കെ മുകളിൽ ആളുകൾ വെട്ടിപ്പോകുന്ന ഒരു വലിയ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് AI സോഫ്റ്റ്വെയർ വരെ ഉപയോഗിച്ചിട്ടാണ് ഈ പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് ആളുകളെ വെട്ടുന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ പരാതിയോട്ട് പോകുമ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കൊക്കെ വിഷയം മനസ്സിലായതിനു ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പ്രോസസ്സിനെ നോക്കാൻ ട്രൈബ്യൂണലുകളിൽ വെച്ച ഒരു സംവിധാനമുണ്ട്. 2 ട്രൈബ്യൂണൽ, ഒരു ട്രൈബ്യൂണൽ കോടതി തീർപ്പാൻ, അതിൻ്റെ മുകളിൽ വേറൊരു ട്രൈബ്യൂണൽ, ഇങ്ങനെ വിശദമായി ഇതിൽ മുഴുവൻ സംശയത്തിൻ്റെ മുനകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവസാനം ഈ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ SIR നമുക്കിവിടെ നടപ്പായതിനു ശേഷം നമ്മൾ പുതിയ വോട്ടർമാർ ചേർന്ന ഫോം 6 എന്ന് പറഞ്ഞ സംവിധാനം വഴിയാണ്. കേരളത്തിൽ SIRലെ വെട്ടിപ്പോകലിനെ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് വോട്ടുകൾ SIRൽ വെട്ടിപ്പോയെങ്കിലും ഫോം 6 വഴിയുള്ള പുതിയ വോട്ടർമാരെ ചേർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശക്തമായ നിലപാടെടുത്തു. പക്ഷേ പശ്ചിമ ബംഗാളിൽ ഫോം 6 പറ്റില്ല. അത് കോടതിയുടെ നിർദ്ദേശമാണ്. ഫോം 6 വെച്ച് പുതിയ വോട്ടർമാരെ ചേർക്കാൻ പറ്റില്ല. പകരം അപ്പലറ്റ് ട്രൈബ്യൂണലുകൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ, 7 ലക്ഷം വോട്ടുകൾ ഈ പറയുന്ന ഫോം 6 വഴി അപ്പലറ്റ് ട്രിബ്യൂണൽ ഇല്ല. പുതിയ ആപ്ലിക്കേഷൻസ്, അതായത് ഫോം 6 വഴി പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ അത് കോടതിയുടെ നിർദ്ദേശം ഉണ്ട് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് 7 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളാണ് അപ്പലറ്റ് ട്രൈബ്യൂണലിൻ്റെ അനുവാദമില്ല ഫോം 6 വഴി പുതുതായി അപ്ലൈ ചെയ്തവർക്ക് കൊടുത്തത്. അപ്പോൾ കോടതി പറഞ്ഞനുസരിച്ചാണെങ്കിൽ അപ്പലറ്റ് ട്രൈബ്യൂണലുണ്ട്. അപ്പലറ്റ് ട്രൈബ്യൂണൽ നിങ്ങൾക്ക് പരാതി കൊടുത്താൽ, അപ്പലറ്റ് ട്രൈബ്യൂണൽ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരാം. പക്ഷേ അപ്പലറ്റ് ട്രൈബ്യൂണലുകളുടെ കാര്യം അതിദയനീയമായിരുന്നു. മര്യാദയ്ക്ക് പരാതികളൊന്നും തന്നെ പ്രോസസ്സ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പുതിയ പരാതി തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് അപ്പലറ്റ് ട്രൈബ്യൂണലുകൾ ഏതാണ്ട് പ്രവർത്തനം നിർത്തിക്കളഞ്ഞു എന്നൊരു വലിയ ആക്ഷേപമുണ്ട്. അതിൽ 2 വാദമുണ്ട്. ഒന്ന്, അപ്പലറ്റ് ട്രൈബ്യൂണലുകളൊന്നും താങ്ങാൻ പറ്റുന്നില്ല, ലക്ഷക്കണക്കിന് പരാതികൾ വരുന്നവരാണ്. 2, മനഃപൂർവ്വം നിർത്തിയത് കൊണ്ടാണ്. എന്തായാലും കോടതി പറഞ്ഞത് അപ്പലറ്റ് ട്രൈബ്യൂണൽ അംഗീകരിച്ചാലേ പുതിയ പേരുകൾ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഫോം 6 വഴി തന്നെ പുതിയ പേരുകൾ വന്നു. അപ്പലറ്റ് ട്രൈബ്യൂണലിലെ പ്രവർത്തനം നിലയ്ക്കുന്നു. ഈ വിഷയം 2 ദിവസം മുമ്പ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞത് വാക്കാലുള്ള പരാമർശം പറ്റില്ല. ഇതൊക്കെ സംഭവമൊക്കെ ശരി, വാക്കാലുള്ള പരാമർശമൊന്നും പറ്റില്ല. ഫോം 6 വഴി പുതിയ ആളുകളെ ചേർത്തിട്ടുണ്ട്, അത് വാക്കാൽ പറയാൻ പറ്റില്ല, നിങ്ങൾ ഹർജിയായി തരൂ. അല്ല സാറ്, താങ്കളുടെ ഈ സുപ്രീം കോടതി ബെഞ്ച് ഇത് പറഞ്ഞല്ലോ, ഇത് പറ്റില്ല എന്ന്. അതെങ്ങനെയാണ് പറഞ്ഞത്? അത് വാക്കാലല്ലേ എന്ന മട്ടിൽ വളരെ അബ്സേർഡായിട്ടുള്ള ചില സ്ഥലം അത് പറഞ്ഞതാണ്. അത് അവർക്കറിയാം, അത് വാക്കാലല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ അത് അന്ന് എഴുതി വയ്ക്കാൻ പാടില്ലായിരുന്നു. ഇത് അവസാനം ഇത് പോയി ഓർഡറുമായി വരും എന്ന് പറഞ്ഞാൽ, പുതിയ കടലാസുമായി വരുമെന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇനി എന്നാ പോകുന്നത്? അപ്പോഴത്തേക്ക് ഇലക്ഷനായി. ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോം 6 വഴി ആളുകൾ ജോയിൻ ചെയ്തത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കാണുന്നത്? ഫോം 6 വഴി പറ്റില്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ പറ്റില്ല, ട്രൈബ്യൂണൽ വഴി പോകണം എന്നുള്ളതാണ് നിർദ്ദേശം. പക്ഷേ അത് കട്ട് ചെയ്തുകൊണ്ടാണ് ഫോം 6 വഴി ആളെ കയറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലാണ് ഇരിക്കുക. ഫോം 6 വഴി കയറുന്നതേ നേരത്തെ വെട്ടിപ്പോയ വോട്ടുകൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഈ BJP അവരുടെ വോട്ടുകൾ മാത്രം ചേർക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് എന്നാണ് TMC പറയുന്നത്, തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് അങ്ങനെ ചെയ്തു എന്നാണ്. ഇതിൻ്റെ പ്രശ്നം അപ്പലറ്റ് ട്രൈബ്യൂണൽ കോടതിയും ഫോം 6 വഴിയുള്ളത് ഇലക്ഷൻ കമ്മീഷനുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള സംശയമാണ് ഇതിനകത്തെ പ്രശ്നം. ഇത് മാത്രമേ ഇപ്പോൾ എന്തായാലും കോടതി ഒരു കാര്യം ചെയ്ത് അപ്പലറ്റ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയിൽ അടിയന്തരമായി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കോടതി. ഇലക്ഷൻ കഴിഞ്ഞു, ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. ഇനി എപ്പോൾ റിപ്പോർട്ട് എപ്പോൾ വരാനാണ്? അട്ടിമുടി റിഗ്ഡ് ആവേ ഒരു തെരഞ്ഞെടുപ്പാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഞാനീ പറഞ്ഞ ശംഷേർഗഞ്ച് അടക്കമുള്ള നമുക്കറിയില്ല, SIRൽ വരും മുഴുവൻ മുസ്ലിം പോക്കറ്റുകളിലെ വോട്ടുകളാണ് വെട്ടിപ്പോകുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവന്മാർ മുഴുവൻ ബംഗ്ലാദേശിൽ നിന്ന്, എന്താ ഇവിടെ വെസ്റ്റ് ബംഗാൾ മുസ്ലിങ്ങളില്ലേ? ആ പാറ്റേണാണ് നമുക്ക് സംശയം. ഇപ്പോൾ കേരളത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഈ പരിപാടി വിജയിച്ചിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. തമിഴ്നാട്ടിൽ നടന്നിട്ടില്ല. പക്ഷേ അവിടെ പശ്ചിമ ബംഗാളിൽ വളരെ പ്ലാൻഡായിട്ട് വളരെ മുമ്പ് എനിക്ക് തോന്നുന്നു BJPയുടെ ഇത്തവണത്തെ ഒരൊറ്റ ടാർഗറ്റ് പശ്ചിമ ബംഗാളായിരുന്നു. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയെ കുഴപ്പത്തിലാക്കുന്ന മണ്ഡലം വെട്ടൽ പരിപാടി ഒരു മടിയുമില്ലാതെ ഇലക്ഷൻ ഇടയ്ക്ക് കൊണ്ടുവന്ന് ചെയ്തത്. അത് പരാജയപ്പെടുന്നു. അതെല്ലാം പശ്ചിമ ബംഗാളിനെ ലാക്കാക്കിക്കൊണ്ടാണ്.
ഈ നക്സൽ ഏരിയയിൽ പോലും ഇല്ലാത്ത രീതിയിൽ CRPFകളെയും അവരുടെ ടാങ്കുകളും അവരുടെ സംവിധാനങ്ങളും വണ്ടികളും ഒക്കെ ഒന്ന് എന്താ പറയുക ഒരു മിലിറ്ററൈസ്ഡ് സ്റ്റേറ്റ് പോലെ പശ്ചിമ ബംഗാളിലെ മാറ്റി. പശ്ചിമ ബംഗാളിൽ സർക്കാരിന് ബന്ധം തൊടാൻ പോലും ആകാത്ത രീതിയിൽ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റി. എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ SIR അതിൻ്റെ തുടക്കമാണ്, നമുക്കിനി കണ്ടേ പറ്റൂ. എനിക്ക് വിശ്വാസമില്ല, ഉച്ചയാകുമ്പോഴേക്കും 52% നടന്നു കഴിഞ്ഞു. ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ 61, പാതിരാത്രിയാകുമ്പം 74% നാണക്കേട് ഇലക്ഷൻ കമ്മീഷൻ മാറിയിട്ടില്ല. ഇനി ചിലപ്പം അതായിരിക്കാം. പക്ഷേ SIRൽ നിയമ പോരാട്ടം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഈ യുദ്ധം മുഴുവൻ ചെയ്ത് മമതാ ബാനർജി നേരിട്ട് കോടതിയിൽ ഹാജരായി പോലും വാദിച്ച കേസാണ്. പക്ഷേ BJPയുടെ പ്ലാൻ, കഴിഞ്ഞ തവണ 77 സീറ്റ് നേടിയ BJP 100 സീറ്റ് കടക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുള്ള BJP പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്താനുള്ള ഒരു വലിയ കുറുക്കു വഴിയായി SIRനെ സമീപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാഹചര്യ തെളിവുകൾ മുഴുവൻ BJPക്ക് എതിരാണ്.